എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടുള്ള കാറ്ററിംഗ് സ്പെഷ്യൽ ബിരിയാണി അച്ചാറാണ്. ഈ ഒരു അച്ചാറ് ക്രിസ്മസ് സ്പെഷ്യലാണ്. ഈത്തപ്പഴവും ഇഞ്ചിയും കൂടി ചേർത്ത് വളരെ സ്വാദിഷ്ടമായ നല്ല അടിപൊളി അച്ചാർ തന്നെയാണ്. നമ്മുടെ ചാനലിൽ കൂടെ ഞാനിപ്പോൾ പലതരത്തിലുള്ള അച്ചാർ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു അച്ചാറും നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. നമുക്ക് ഈ അച്ചാറ് 2 ആഴ്ച കാലം പുറത്ത് വെച്ച് സൂക്ഷിക്കാം. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാണ് സൂക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഈ ഒരു അച്ചാർ തയ്യാറാക്കി കഴിച്ചാൽ നമ്മുടെ വയറിലുണ്ടാകുന്ന ദഹന പ്രശ്നങ്ങൾക്കും വളരെ തന്നെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ക്രിസ്മസിങ് എത്തി, എല്ലാവരും അച്ചാറൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ചോളൂ. ഈ ഒരു ഇഞ്ചി ഈത്തപ്പഴം അച്ചാർ നല്ല ചൂട് ചോറിലേക്ക് ഒഴിച്ച് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഏതൊരു ഫുഡിന്റെ ഒപ്പം കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ്. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പവുമാണ്. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള ഇഞ്ചി ഈത്തപ്പഴം അച്ചാർ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ഇനി നമുക്ക് ഇഞ്ചി അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 100 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണ ഇപ്പോൾ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. 2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കുന്നുണ്ട്. കടുക് ഇപ്പോൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉലുവ ചേർക്കണം. 1 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർക്കാം. ഉലുവയും കടുകും നല്ല പോലെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2-3 വറ്റൽമുളക് ചേർക്കാം. ഇതെല്ലാം കൂട്ടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 200 ഗ്രാം അളവിൽ ഇഞ്ചി ഒന്ന് പൊടിയായിട്ട് കൊത്തിയെടുത്തിട്ടുള്ളതാണ്. ഞാനിവിടെ ചോപ്പറിലിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ നമുക്കൊന്ന് മുരിച്ചെടുക്കണം. ഇഞ്ചി നല്ല മെറൂൺ കളറിലേക്കൊന്ന് ആയി വരണം. അതുവരെയും നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റുന്ന ഇഞ്ചിയിലേക്ക് 2 ബോൾ വെളുത്തുള്ളി ഒന്ന് പൊടിയായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൂടെ ചേർക്കാം. വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വീണ്ടും ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം മൊരിഞ്ഞു വരുന്നതിനായിട്ട് ഒന്നും കൂടെ വെയിറ്റ് ചെയ്യാം. ഇനി വഴറ്റുന്ന ഇഞ്ചിയിലേക്ക് ചെറിയ പച്ചമുളകാണ് ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതുകൂടെ ചേർത്ത് വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അച്ചാറിന് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കാം. 2 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർക്കാവുന്നതാണ്. ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ളത് 150 ഗ്രാം അളവിൽ ഈത്തപ്പഴമാണ്. ഇതിന്റെ കുരുവെല്ലാം കളഞ്ഞ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി വെച്ചിരിക്കുവാണ്. അച്ചാറിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടി, 3 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ ഉലുവപ്പൊടി, 1 സ്പൂൺ തന്നെ കായപ്പൊടി, 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് മഞ്ഞൾപ്പൊടി കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ മാത്രം മതിയാകും. ഈ ഒരു സമയത്ത് ഞാനിവിടെ 1/2 കപ്പ് അളവിൽ വാളൻപുളി ഒന്ന് പിഴിഞ്ഞ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്ത് അരിച്ചു വെച്ചിട്ടുള്ളതാണ്. ഇതിന്റെ കൂടെ തന്നെ 50 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ച് അരിച്ചു വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ മുരിഞ്ഞു വന്നിട്ടുള്ള ഇഞ്ചിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടികൾ ചേർക്കാം. ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷമായിരിക്കണം പൊടികൾ ചേർക്കേണ്ടത്. പൊടികളും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. പൊടികൾ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 50 ഗ്രാം ഈത്തപ്പഴം കൂടി ചേർക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂട്ടി യോജിപ്പിച്ചൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളിവെള്ളം ചേർക്കാം. പുളിവെള്ളം എടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള പുളിവെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതെല്ലാം കൂട്ടി ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ. അതുവരെയാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പുളിവെള്ളം ചേർന്നിട്ട് ഇഞ്ചി നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർക്കാം. ശർക്കരപ്പാനിയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. അതുപോലെ നമ്മൾ ചേർത്തിട്ടുള്ള ഇഞ്ചി നല്ലവണ്ണം ഒന്ന് വെന്തും കിട്ടണം. അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി ഈത്തപ്പഴം അച്ചാറ് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് അച്ചാറിലേക്ക് 2 സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർക്കുന്നത് ശർക്കരപ്പാനിയുടെ കുത്തൽ ചുവയൊക്കെ ഒന്ന് പോയി കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം.
ഇനി അച്ചാറൊന്ന് തിളച്ച് വറ്റി കുറുകി വരുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ വളരെ രുചികരമായിട്ടുള്ള ഇഞ്ചി ഈത്തപ്പഴം അച്ചാറ് റെഡിയാകാനായിട്ട്. ചെറിയ തീയിൽ വെച്ചിട്ടാണ് നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടത്. ഒരു 10 മിനിറ്റ് നേരം നമ്മുടെ അച്ചാറ് തിളച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് അച്ചാറ് ഇത്രയും കട്ടിയായിട്ടാണ് നമുക്കിവിടെ ആയി കിട്ടിയിട്ടുള്ളത്. ഒന്നും കൂടി തിളച്ച് വറ്റി കിട്ടണം. അതുവരെയും നമുക്കൊന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മുടെ അച്ചാറിന് ഉപ്പും പുളിയൊക്കെ നോക്കാവുന്നതാണ്. മധുരമോ പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു അച്ചാറ് ഇരിക്കും തോറുമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരാഴ്ചയൊക്കെ നമുക്ക് പുറത്ത് വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഇതിലേക്ക് നമ്മൾ അധികം വിനാഗിരി ഒന്നും തന്നെ ചേർക്കാതെയാണ് അച്ചാർ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഒന്നുകൂടി കുറുകി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടാറിയിട്ട് നമുക്ക് ചില്ലു കുപ്പികളാക്കി അടച്ച് സൂക്ഷിച്ചു വെക്കാം. ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന അച്ചാറിലേക്ക് 2 സ്പൂൺ അളവിൽ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കണം. വിനാഗിരിയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ചെറുതായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നാളെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.